ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി. പിന്നെ ഞാൻ പിന്നെ ഒരുങ്ങട്ടെ. എനിക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് ഒരുങ്ങാൻ നിന്നാൽ കുളമാവും. അതാ. ഹായ് ഗൈസ്. അപ്പോൾ ഞാനൊരുങ്ങി. അതാണ് കേട്ടോ ഞങ്ങളൊരുങ്ങി പോക്കണം. അപ്പോൾ പാറു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ അവൾ ഒരുങ്ങി വരണം. മഴയത്ത് നനഞ്ഞു കുളിക്കുന്ന തോന്നുന്നു. ഇറങ്ങാൻ നിന്നപ്പോൾ നല്ല മഴ. പാറുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ പാറു എത്തി. നമ്മൾ പെയ്യെ നടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതേ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി നേരെ വടക്കുന്നാഥിലേക്ക് വിട്ടു കേട്ടോ. ആദ്യമൊന്നും ഒത്തിരി മഴയില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല മഴയും നല്ല ട്രാഫിക്കുമായി. സാധാരണ അവിടുന്ന് ഇവിടെ വരെ 30 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ ചേട്ടൻ 40 രൂപ വാങ്ങിച്ചു. കാരണം ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കിടന്ന് കുറച്ച് നേരം സമയം പോയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാഫിക്കൊക്കെ താണ്ടി നേരെ വടക്കുന്നാഥിലെത്തിയിട്ടോ. ചെന്നപ്പോൾ തന്നെ എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല മഴയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ച് അകത്തേക്ക് കയറിയിട്ടോ. ഇത് ഞങ്ങൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചുറ്റും കുറച്ച് നേരം നടന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കുന്ന ആരെങ്കിലും കാണണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പ്രസാദമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നു. മഴയൊക്കെ ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും 7:45 നട തുറക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്ന് വീണ്ടും തൊഴുതിറങ്ങി കേട്ടോ. അതിനുശേഷം ഞാനും പാറവും കൂടിയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങിയപ്പം വീണ്ടും ചെറുതായിട്ട് മഴ കൂടി. എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ദേ ഈ വഴി ചെന്ന് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. പോകുന്ന വഴിക്ക് ദേ ഈ ഒരു വ്യൂ കണ്ടു. അപ്പോൾ അതും ദേ പകർത്തി കേട്ടോ. അതിനുശേഷം ഞാനും പാറവും കൂടിയിട്ട് നടന്നു. നമുക്ക് ദേ ഈ ഒരു വഴി കൂടി അകത്തേക്ക് കയറി പോകണം. എന്നാൽ മാത്രമേ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തുള്ളൂ. അവിടെ നിന്ന് വേണം ഓട്ടോ കിട്ടിയിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കയറി ഇറങ്ങിയപ്പോഴത്തേക്കും ദേ മഴ വീണ്ടും കുറഞ്ഞു. ഇത് കൂടിയും കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ദേ ഒരു ഓട്ടോ വിളിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഓട്ടോയിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റലിലെത്തി. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ കാലുകുത്തി കേസ്. അങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം താഴേക്ക്. പോയപ്പോൾ കുളിച്ചതുകൊണ്ട് പിന്നെ വന്നിട്ട് കുളിക്കാൻ നിന്നില്ല. പിന്നെ നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്കും മടി പിടിച്ചു. അപ്പോൾ അങ്ങനെ 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ മാത്രമല്ല പാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്ന് മുട്ട പൊരിച്ചതും പിന്നെ ഒരു ചാറുകറിയും ഉണ്ടായിരുന്നു. അച്ചാറുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ബൈ.